ഹലോ ഗൈസ്, എൻ്റെ പുതിയ പിടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിൽ നമ്മൾ മൈൻ ഷാഫ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം തമിഴ് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ വന്നത്. പണ്ടത്തെ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, വ്യത്യാസമൊന്നുമില്ല. എന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാകും. അന്ന് കുറച്ച് അലങ്കോലമായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ രസം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഒരു കുറച്ച് മരം കാര്യം വെട്ടുക, കാരണം മരം ആവശ്യം ഉണ്ട്. കുറച്ച് നമുക്ക് മരം ഉണ്ട് കേട്ടോ. വേറെ കാര്യം, നമ്മൾ ഉണ്ടാക്കുന്ന ഏരിയ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഭാഗത്താണ്. ഇങ്ങനെ ഈ ഭാഗത്ത് ഞാനിപ്പോ തൽക്കാലത്തേക്ക് കുറച്ച് പൂക്കൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് കുറെ ഇതുണ്ട്, പിന്നെ കുറെ ഇത് എന്താന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മുടെ ഈ ഭാഗത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഷാപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതെല്ലാം പൊളിച്ചിട്ട് കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് എൻ്റെ പ്ലാന്. ആദ്യം ഇവിടുന്ന് കുറച്ച് ഇതും കുറയ്ക്കാം. ചിലർക്ക് എൻ്റെ പ്ലാനൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ അതെന്തോന്നും എനിക്കറിയില്ല, വെറുതെ അടിച്ച് കയറ്റി ഇടുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറെ പേര് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അവരോട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനിപ്പോ എന്നാ പറയാനാ, അല്ലെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കുന്ന കുറച്ചും കൂടെ അവിടെ സ്റ്റോറേജ് സിസ്റ്റം ഒക്കെ വെക്കാനാണ്. കാരണം മൈൻ ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ ഒരു ബ്ലോക്ക് ഒക്കെ എടുക്കണമെങ്കിൽ ഇവിടെ പോയി എടുക്കാം. നമ്മൾ എന്തായാലും സ്ട്രിപ്പ് മൈനിങ് ചെയ്യുവാണ് ഗൈസ്. അപ്പൊ നമുക്ക് സ്ട്രിപ്പ് മൈൻ ചെയ്യാം. അപ്പൊ ഈ ഡേർട്ട് കാര്യം മുറിയാം. ഡേർട്ട് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്ട്രിപ്പ് മൈൻ ചെയ്ത് നമുക്ക് കുറെ ഡയമണ്ട് കാര്യം കിട്ടുമെന്ന് തോന്നുന്നു. അതിനു വേണ്ടിയാണ് നമ്മളിപ്പോ സ്ട്രിപ്പ് മൈൻ ചെയ്യുന്നത്. അപ്പം ആദ്യം കുറച്ച് ഡേർട്ട്. ഓക്കെ, ഈ ബ്ലോക്ക് എന്നെ സഹായിച്ചു. നമ്മുടെ ഈ ബ്ലോക്ക് കാര്യം അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ഡേർട്ട് കാര്യം വെച്ച് കൊടുക്കണം. കാരണം കുറച്ചും കൂടെ രസം കാണാൻ ഡേർട്ടാണ്. ഈ ബ്ലോക്ക് വെച്ചാൽ ഒരുപാട് ഇരിക്കും, അതുകൊണ്ട് നേരാക്കുന്നു. അത് മാത്രമല്ല, പിന്നെ നടക്കുന്ന ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുന്നു. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്ന പോലെ ആവുന്നുണ്ട്. ഓക്കെ, ലൈൻ ആവുന്നുണ്ട്. ലൈൻ കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് ഒരു ഇതും കൂടെ കുഴിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ മൊത്തം ഇനി ജസ്റ്റ് ഫില്ല് ചെയ്താൽ മതി. പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. അതിന് പകരം ഇവിടെ ഒരു ലൈറ്റ് അപ്പ് ചെയ്തിട്ട് ആവശ്യം വരും. ആൻഡ് ഇവിടെ ഒരു ലൈറ്റ് അപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കുഴിച്ചാൽ മതി. ഇനിയിപ്പോ താഴേക്ക് പോയാൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഞാൻ വലിയ ലെങ്ത് ആക്കാൻ നോക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ബിൽഡ് ചെയ്താൽ നോക്കാൻ വേണ്ടി നമ്മുടെ സ്പെഷ്യൽ പാത്ത് റെഡി ആക്കുവാണ്. പാത്ത് നമുക്ക് അത് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കയറിയത് തന്നെ. നമ്മളെ കുറെ ഡയമണ്ട് കാര്യം വെച്ചിട്ട് നമുക്ക് നമ്മുടെ നെതർ കാര്യം ഉണ്ടാക്കേണ്ടതാണ്. ഡിസൈൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ മൈനിങ് ഏരിയ തന്നെ നമുക്ക് ഒരു ഈ സാധനം ഉണ്ടാക്കാം. വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. ഓക്കെ, ബൈ ബൈ.